ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രതാപിൻ്റെ ബഹളം സഹിക്കാൻ കഴിയാതെ മുത്തശ്ശി മുറി തുറക്കാൻ പോകുന്നതും കുഴിച്ചുമൂടിയ പല രഹസ്യങ്ങളും പ്രതാപൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയാണ് മോഹിനിയുടെ അമ്മയെ കൊന്നത് എന്നും അവൻ വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയും. അമ്മയ്ക്ക് ശിഷ്ടകാലം ജയിലിൽ കിടക്കാമെന്ന് വാമൻ പറയുമ്പോൾ അവൻ്റെ അമ്മായിയമ്മയൊക്കെ മരിച്ചിട്ട് വർഷം കുറേ ആയെന്നും തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ നമ്മുടെ സമയം മോശമാണെങ്കിൽ എല്ലാത്തിനും തെളിവുകൾ ഉണ്ടാകുമെന്നും പ്രതാപൻ്റെ നാവിൽ നിന്നും സത്യങ്ങളെല്ലാം കണ്ണൻ അറിയുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവനെതിരെ ഞാൻ കൊട്ടേഷൻ കൊടുക്കാനും മടിക്കില്ല എന്നെല്ലാം വാമൻ ഭീഷണി മുഴക്കുന്നുണ്ട്. തുടർന്ന്, എടാ പ്രതാപ, നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? നിന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കാനും ആ വാമദേവൻ മടിക്കില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ ആ കൊട്ടേഷൻ അവൻ വിശ്വനാഥൻ്റെ അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നതിന് മുൻപ് മറ്റു 3 പേരെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അമ്മ എൻ്റെ അമ്മായിയമ്മയല്ലാതെ വേറെ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ ഞെട്ടലോടെ, എന്ന് വിശ്വനാഥൻ നിന്നോട് പറഞ്ഞോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നതും, ഈ കർത്തവാവ് കഴിഞ്ഞു, ഇനി അടുത്ത കർത്തവാവിന് വരുമ്പോൾ അവനെല്ലാം പറയും. ഈ വീട്ടിൽ ലക്ഷ്മി മോളും മോഹിനിയും പിന്നെ കണ്ണൻ മോനും അവനെ സ്നേഹിക്കുന്നവരും മാത്രമാണ് നല്ലവർ. നിങ്ങളും നിങ്ങളുടെ കൊച്ചുമോളൊക്കെ മനുഷ്യരാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്നെല്ലാം പ്രതാപം പറയുമ്പോൾ നിൻ്റെ കരുണമോളെക്കുറിച്ച് പ്രതാപ നീ പറയുന്നത് എന്ന് മുത്തശ്ശി ഓർമ്മപ്പെടുത്തുന്നതും, അവൾക്ക് ഒരു കൊലയാളിയുടെ മനസ്സാണെന്ന് വീണ്ടും കരുണയെക്കുറിച്ച് പ്രതാപൻ പറയുന്നതും, നിൻ്റെ ഈ വട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ നീ ഈ പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ഓർത്ത് നീ പശ്ചാത്തപിക്കും. നിൻ്റെ പൊന്നുമോളെക്കുറിച്ചാണ് നീ പറയുന്നതെന്ന് നിനക്ക് ഓർമ്മ വേണം പ്രതാപ. നിനക്കിന്ന് ഞാൻ പച്ചവെള്ളം പോലും തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുറി പൂട്ടി ദേഷ്യത്തിൽ അവിടെ നിന്നും പോവാണ് കേട്ടോ മുത്തശ്ശി. പിന്നീട് മോഹിനി പറയുന്നുണ്ട്, പ്രസവം വരെ മോൾ അവിടെ നിൽക്കണം എന്നൊന്നും ഞാൻ പറയില്ല. കരുണയുടെ അച്ഛൻ്റെ അവസ്ഥ ഇതായതുകൊണ്ട് നാട്ടു നടപ്പ് പോലെയൊന്നും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് വേണ്ട, ഇയാൾ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ തന്നെ നിന്നാൽ മതി. അയാൾ സമനില തെറ്റി ഇയാളെ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്നുള്ളൊരു ഭയവും എനിക്കുണ്ടെന്ന് പറയുന്നുണ്ട് കണ്ണൻ. എന്നാലും ആചാരപ്രകാരം മോളെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഉടനെ വിട്ടേക്കാം എന്ന് മോഹിനിയും പറയുന്നു. അമ്മയുടെ ആഗ്രഹത്തിന് ഞാൻ തടസ്സം നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കണ്ണൻ. അങ്ങനെ മഹി വേഷമൊക്കെ മാറി അമ്മയോടൊപ്പം പോകാനായിട്ട് ഒരുങ്ങിയിറങ്ങി വരുന്നു. കൂടെ അനന്തവും ലേഖയൊക്കെ ഉണ്ട്. താഴെ എത്തുന്നതും കണ്ണനും റെഡിയായിട്ടിരിക്കുന്നത് കാണുന്ന മഹി, കണ്ണേട്ടൻ ഇതെവിടേക്ക്, ഇന്നിനി ഓഫീസിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും നിങ്ങളോടൊപ്പം തൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. കൂട്ടത്തിൽ തൻ്റെ രണ്ടാനച്ഛനെയും ഒന്ന് കാണാം. അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അയാൾ പറയട്ടെ. എൻ്റെ അച്ഛനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അയാൾ വായിൽ വരുന്നത് എന്ത് വിളിച്ചു പറഞ്ഞാലും എനിക്കതിൽ വിഷമം ഇല്ല എന്ന് കണ്ണൻ പറയുമ്പോൾ കണ്ണൻ്റെ ആ തീരുമാനം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മഹിയും മോഹിനിയും ലേഖയും അനന്തുവും ഒക്കെ. അത് ശ്രദ്ധിക്കുന്ന കണ്ണൻ, ഞാനിത് പറഞ്ഞപ്പോൾ എന്താ എല്ലാവർക്കും ഒരു പ്രയാസം പോലെ, ഇത് കാണുമ്പോഴാണ് എനിക്ക് സംശയം കൂടുന്നത് എന്ന് പറയുന്നതും, അങ്ങനെയൊന്നുമില്ല കണ്ണേട്ട, കരുണയുടെ അച്ഛൻ്റെ അവസ്ഥ കണ്ണേട്ടനും കണ്ടതല്ലേ, അച്ഛന് സുഖമായിട്ട് കണ്ണേട്ടൻ ചെന്ന് കാണുന്നതല്ലേ നല്ലതെന്ന് മഹി ചോദിക്കുമ്പോൾ താൻ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. അയാളെ കണ്ട് അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് കേൾക്കാൻ തന്നെയാണ് ഞാൻ നിശ്ചയിച്ചുറപ്പിക്കുന്നത് എന്ന് കണ്ണൻ പറയുമ്പോൾ സാരമില്ല ഏട്ടത്തി, ഏട്ടനും കൂടി പോന്നോട്ടെ, അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നേരിട്ട് കണ്ണേട്ടനെ അറിയാലോ എന്ന് മഞ്ജുവും പറയുന്നു. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നു. കണ്ണേട്ടനെ ഈ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാവില്ല എന്ന് മനസ്സിലാക്കുന്ന മഹിയും മോഹിനിയും ലേഖയും അനന്തവുമൊക്കെ ആകെ വല്ലാത്തൊരവസ്ഥയിലാവുന്നുണ്ട്. കണ്ണൻ്റെ തീരുമാനം കേട്ടുകൊണ്ട് നിൽക്കുന്ന കരുണയ്ക്കും ആകെ ടെൻഷനാവുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, അച്ഛൻ്റെ അവസ്ഥ കണ്ണേട്ടൻ നേരിട്ട് കണ്ടതല്ലേ, ഇത്രയ്ക്കും വയലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാളുടെ മുന്നിലേക്ക് കണ്ണേട്ടൻ ചെല്ലണോ, അത് റിസ്ക് അല്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്നും അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അത് കേൾക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഇനിയിപ്പോൾ അതറിയാതെ മനസ്സിനൊരു സമാധാനവും ഇല്ല എന്നും കണ്ണൻ പറയുന്നുണ്ട്. പിന്നീട് വാമൻ കമലേശ്വരത്ത് തിരികെ എത്തുന്നു. തുടർന്ന് കരുണ വാമനെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, കണ്ണേട്ടനും ലക്ഷ്മിക്കും അമ്മയ്ക്കും ഒപ്പം വീട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞെട്ടിവിരയ്ക്കാണ് വാമൻ. കണ്ണൻ ബുദ്ധിയുള്ളവനാണ്, അവനെ എത്ര പെട്ടെന്നൊന്നും മണ്ടനാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവൻ നമ്മൾ പറഞ്ഞതൊന്നും പൂർണ്ണമായിട്ടും വിശ്വസിക്കാത്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ വാമൻ. ഇനി അവിടെ ചെന്നാലേ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റൂ, ദൈവത്തിന് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞുകൊണ്ട് കരുണ ടെൻഷനാവുന്നു. പിന്നീട് വാമൻ മുത്തശ്ശിയെ വിളിക്കുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലായി അമ്മയെന്ന് പറയുമ്പോൾ എന്താ വാമ, കണ്ണൻ എന്തെങ്കിലും സംശയം തോന്നിയോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മഹാലക്ഷ്മിക്കും മോഹിനിക്കും ഒപ്പം കണ്ണനും അവിടേക്ക് വരുന്നുണ്ടെന്ന് വാമൻ പറയുമ്പോൾ മുത്തശ്ശിക്കും പേടിയാവുന്നുണ്ട്. അവൻ്റെ നാവിൽ നിന്നും സത്യങ്ങൾ കണ്ണൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാകാൻ പോകുകയെന്ന് അമ്മയ്ക്കറിയാലോ. നമ്മളെയൊക്കെ കുഴിച്ചു മൂടിയ പല രഹസ്യങ്ങളുമാണ് അവനിപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇല്ല വാമ, എന്ത് ചെയ്താലും വേണ്ടില്ല, അവൻ്റെ നാവിൽ നിന്നും സത്യങ്ങൾ കണ്ണൻ അറിയില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി.
അങ്ങനെ കണ്ണൻ കരുണാലയത്തിലേക്ക് പോകാനായിട്ട് കാറിൽ കയറുന്നു. മഹിയും മോഹിനിയും അനന്തവും ലേഖയും സാഗറും കരുണയൊക്കെ ആണെങ്കിൽ ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. കണ്ണേട്ടൻ സത്യങ്ങളെല്ലാം അറിയാനായിട്ട് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ എല്ലാം കണ്ണേട്ടൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും ചേർന്ന് കണ്ണേട്ടനെ ചതിക്കുകയാണെന്ന് മാത്രമേ കണ്ണേട്ടൻ കരുതൂ. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും കണ്ണേട്ടൻ അത് ഉൾക്കൊള്ളാൻ കഴിയണം എന്നില്ല. എന്നെല്ലാം ആലോചിച്ച് മഹി ഓവർ ടെൻഷൻ ആവുന്നുണ്ട്. ഇതേ സമയം പ്രതാപനാണെങ്കിൽ മുറിക്കുള്ളിലിരുന്ന് എന്തൊക്കെയോ ചില കാര്യങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ കണ്ണൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിത്തെറികളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്